കണ്ണൂർ ആറളത്ത് വനം വകുപ്പിന്റെ വാഹനം മറിച്ചിട്ട് കാട്ടാന. ജീവനക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പുലർച്ചെ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ആക്രമണം. സ്ഥിരം ശല്യക്കാരനായ മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടത്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഈ കാട്ടാന ആക്രമണത്തിന്റെ ഒരു രൂക്ഷത അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അറിഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ആറളം ഫാമിനകത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്നത്. ഇന്ന് രാവിലെ പെട്രോളിംഗ് നടത്തുകയായിരുന്നു ഈ RRT വകുപ്പിൽപ്പെട്ട RRT സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ. ഇതിനിടെയാണ് പൂക്കുണ്ട മേഖലയിൽ വെച്ച് കാട്ടാന ഇവർ സഞ്ചരിച്ച ജീപ്പിന് നേരെ ആക്രമണം നടത്തിയത്. ജീപ്പ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. പക്ഷേ 5 ജീവനക്കാരുണ്ടായിരുന്നവർക്ക് ആർക്കും കാര്യമായ പരിക്കുകളില്ല. തലനാരിഴക്കാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. ഏതായാലും ജീപ്പിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. കാട്ടാനയുടെ ആക്രമണം ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് രാവിലെ RRT സംഘത്തിന് നേരെ നടന്ന ഈ ആക്രമണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ഥിരം ഈ മേഖലയിൽ പ്രശ്നക്കാരനായിട്ടുള്ള മോഴയാനയാണ് ആക്രമിച്ചതെന്നാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന ജീവനക്കാർ പറയുന്നത്. നേരത്തെ നമുക്കറിയാം, മേഖലയിൽ ഒരു ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം ഒരു 4-5 മാസങ്ങൾക്ക് മുൻപാണ് ഉണ്ടായിരുന്നത്. കാട്ടാനയെ തുരത്തുന്നതിനുള്ള നടപടികൾ RRT സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമാകുന്നില്ല. ഇവിടെ വേലി കെട്ടിയതും പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മേഖലയിൽ കാട്ടാനയുടെ ആക്രമണ ഭീതി നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ അതിന്റെ ആശങ്കയിൽ തന്നെയാണ് തുടരുന്നത്. അതിനിടെയാണ് ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെയുള്ള ഈ കാട്ടാന ആക്രമണം ഇന്ന് രാവിലെ നടന്നത്.